ഹലോ മക്കളെ, ഹലോ. ജീവിതത്തിന്റെ ഒരു പോയിന്റിലെത്തിയപ്പോ ഞാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്നറിയോ? അലച്ചിലുകൾ അവസാനിപ്പിച്ച് നിറയെ ഫാമിലി ടൈം, മനസമാധാനം, ആരോഗ്യം ഒക്കെയാണ്. ഒരു സ്റ്റേബിൾ ജോലി ഉപേക്ഷിച്ച് നടന്ന എന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ലൂസറായിട്ട് തോന്നാം. റേഡിയോ എന്റെ ഹൃദയമാണ്, ജീവനാണ്, ശ്വാസമാണ്. ഉപേക്ഷിച്ച് പോകുക പ്രയാസം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലാണ് എന്ന് പറയുന്നത് പോലെ റേഡിയോ കേരളത്തിലെ പാർട്ട് ടൈം ആർജിയായി ജോയിൻ ചെയ്യുന്നു. അവ്വൈ ഷൺമുഖി, ഈ പാട്ടായിരുന്നു കുറെ കാലം എന്റെ തലയിൽ ഓടിക്കൊണ്ടിരുന്നത്. നേരം പുലരുന്നു, കുറെ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടുന്നു. രാത്രി 9 മണിക്കൊക്കെയാണ് വീടെത്തിയിരുന്നത്. ഇപ്പൊ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങാൻ സമയമുണ്ട്. അങ്കണവാടിയിൽ നിന്ന് മോളെ വിളിക്കാൻ ടൈമുണ്ട്. തൻവി പാപ്പ സ്കൂളിൽ നിന്ന് വരുന്നത് ഞാൻ കാണാറുണ്ട്. അവൾക്ക് പ്രോപ്പറായി ഭക്ഷണം കൊടുക്കാറുണ്ട്. വീണ്ടും എനിക്ക് വീഡിയോ പിടിക്കാനും ഇതുപോലെയുള്ള മീ ടൈം സ്പെൻഡ് ചെയ്യാനും കഴിയും. സീരിയൽ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്, വെബ് സീരീസിന്റെ ഭാഗമാണ്. ചെയ്യാൻ കഴിയുന്ന സകല ജോലികളും മനസമാധാനത്തോടെ ചെയ്തു തീർക്കാൻ കഴിയുന്നതിന് ദൈവത്തിന് നന്ദി. ഇന്ന് കുട്ടികൾ 2 ആളും വീട്ടിലുള്ളത് കൊണ്ട് ഓഫീസ് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഒരു കുളിയൊക്കെ പാസ്സാക്കി കുഴിപ്പള്ളത്ത് പോയി അവിടെ നിന്ന് ആറ്റുകാലും ശ്രീകണ്ഠേശ്വരത്തും പോകാനായി. ഇന്ന് റേഡിയോ കേരളത്തിലൂടെ പ്രവാസി മലയാളികളോട് കർക്കിടക വാവിനെ കുറിച്ചും നടത്തുന്ന പ്രാർത്ഥനയുടെ അർത്ഥത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകണം എന്ന ആഗ്രഹമുണ്ടാകുന്നത്. കുറച്ച് വരികളുടെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. എന്റെ അച്ഛന്റെ, ഗുരുവിന്റെ, ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും, കഴിഞ്ഞ കാലത്തിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും, മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും, പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും വേണ്ടി, പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും, അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും, ആയുസ്സെത്താതെ മരിച്ചവർക്ക് വേണ്ടിയും, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും പുഷ്പവും സമർപ്പിക്കുന്നു എന്നാണ്. തീരുന്നില്ല. എന്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്കും വേണ്ടി, ഇവർക്കെല്ലാം വേണ്ടി ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ആർക്കായാലും പ്രാർത്ഥിക്കാൻ തോന്നും, അല്ലേ? ശരിക്കും തോന്നി. ഒരു കാര്യം കൂടെ, മനസ്സിന് നിത്യശാന്തി മരണപ്പെട്ടു പോയവർക്കും മാത്രമല്ല അവരെ ഓർത്ത് വിലപിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് റീലുകളിൽ ഒരുപാട് തരംഗമായ ബാലാജി കഫേയും ഞാൻ മിസ്സാക്കിയില്ല. എന്തൊരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ഹൽവയാണെന്നറിയോ? മിസ്സാക്കല്ലേ. പോയി കഴിക്കുമ്പോൾ എന്നോട് താങ്ക് യു പറയാൻ തോന്നും.